വേലയും കൂലി ഇല്ലാത്ത കുറെ അവന്മാരെ തൊഴിൽ ക്യാമറയും കിട്ടി വെച്ച് അടിച്ചു കൊടുക്കുന്നുണ്ട്. സുഖവുമായി ബന്ധപ്പെട്ട സന്ദർശനം തന്നെയായിരുന്നു. എന്തോ KCയുടെ സന്ദർശനം. KC എനിക്ക് സുഖമില്ലായിരുന്നപ്പം വന്നിരുന്നു. അത് കഴിഞ്ഞ് എന്റെ ആരോഗ്യസ്ഥിതി അന്വേഷിക്കാൻ വന്നു. വേറെ കാര്യമൊന്നും. പഴയ സുഹൃത്തല്ലേ. KC ആയിട്ടെന്തോ രാഷ്ട്രീയം പറയാനാ. നിന്റെ ചാട്ട എങ്ങോട്ടാണെന്നൊക്കെ എനിക്ക് മനസ്സിലാകുന്നുണ്ട്. KC CPM-ലേക്ക് വരുമോ? ബിജെപിയിൽ പോയതിൽ അത്ഭുതപ്പെടാനൊന്നുമില്ല എന്നതാണ് പാർട്ടി നൽകുന്ന വിശദീകരണം. ഇനി ഏറ്റവും ഒടുവിൽ ഈ ചിത്രം നമുക്ക് കാണിക്കാൻ പോലും കഴിയില്ല. കാര്യം കെ സുധാകരന്റെ പേരിൽ അങ്ങനെ ഒരു രാഷ്ട്രീയ കൂടുമാറ്റമോ സംശയിക്കുന്നത് പോലും വലിയ ബുദ്ധിമുട്ടാണ് ജി സുധാകരന്റെ പേരിൽ. കാര്യം ജി സുധാകരനെ പോലെ ഒരു പരിണിതപ്രജ്ഞനായ കമ്മ്യൂണിസ്റ്റ് നേതാവ് ഏതെങ്കിലും ഒരു വിഷയത്തിന്റെ പുറത്ത് അതൃപ്തി പരസ്യമാക്കി അല്ലെങ്കിൽ അതൃപ്തിയുണ്ട് എന്നതിന്റെ പേരിൽ കമ്മ്യൂണിസ്റ്റ് കുടുംബം വിട്ട് കോൺഗ്രസിലേക്ക് പോകുമെന്ന് കരുതുക വയ്യ വിശേഷിപ്പിക്കുകയും ചെയ്തത്. ഈ ഉപതെരഞ്ഞെടുപ്പ് കാലത്തും തൊട്ടുമുമ്പുമായി കേരളത്തിൽ നടന്ന ഈ രാഷ്ട്രീയ കൂടുമാറ്റങ്ങൾ മാറുന്ന കേരളത്തിന്റെ രാഷ്ട്രീയ സ്വഭാവത്തെ പ്രതിനിധീകരിക്കുന്നുണ്ടോ സൂചിപ്പിക്കുന്നുണ്ടോ എന്നാണ് ചോദ്യം. അല്ല, അയാൾ CPM-ലേക്ക് വരുമോ? അദ്ദേഹം വരുമോ? ഇല്ലല്ലോ. പിന്നെന്താ രാഷ്ട്രീയം പറയാം? ഇന്ന് രാവിലത്തെ പരിപാടിയിൽ നിന്ന് മാറിയത് ഏത് പരിപാടിയാണ് നിങ്ങൾ ഈ പറയുന്നത്? ചന്ദ്രികയുടെ ക്യാമ്പയിനുമായിട്ട് അവര് രാജ്യത്ത് നടത്തുന്ന ക്യാമ്പയിനല്ലേ, അത് നമുക്കെന്താ KC വേണുഗോപാലുമായി ഉള്ളത് തികച്ചും സൗഹൃദപരമായിട്ടുള്ള ഒരു കൂടിക്കാഴ്ചയായിരുന്നോ? ചെവിക്ക് വല്ല കുഴപ്പമുണ്ടോ? ഇല്ല, ഞാൻ എത്തിയില്ല. ഇവരോട് പറഞ്ഞ നിങ്ങൾ കേട്ടില്ല. ചെവിക്ക് വല്ല കുഴപ്പമുണ്ടോ? കേട്ടില്ല. കേക്കണം. കേക്കണം. ഞാൻ പലതവണ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് സഹോദരി. നീ ഓവർ സ്മാർട്ട് ആവല്ലേ. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ സൂവില്ല കിടന്നപ്പോൾ ഞാൻ ലാസ്റ്റിൽ വന്നിരുന്നു. അതിനുശേഷം എന്റെ ഇത് നോക്കാൻ വേണ്ടി എനിക്കിപ്പോൾ പ്രശ്നമൊന്നുമില്ലല്ലോ, അതിനു വേണ്ടി വന്നതാണ്. ഞങ്ങൾ എത്രയോ കാലം അസംബ്ലിയിലൊക്കെ ഒരുമിച്ചുണ്ടായിരുന്നു. അതിനെന്താ പ്രശ്നം? നിങ്ങൾക്ക് വേറെ വാർത്തകളൊന്നുമില്ലേ? അവിടെ ഒരാളെ കാണാൻ വരുന്നത്, ആരെല്ലാം കാണാൻ വരത്തില്ലേ? അതിനൊരു രാഷ്ട്രീയ ഭേദം വല്ലതും ഉണ്ടോ? ഒന്നുമില്ലല്ലോ. അതാണ് ചോദിച്ചത്. എല്ലാം പറഞ്ഞു കേട്ടതിന് ശേഷം പിന്നെയും ചോദിക്കാൻ എന്തിനാ? അതുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. പത്ത് വർഷമായി പൊളിറ്റിക്സിൽ ഉണ്ടായിരുന്ന ഒരാളല്ലേ, ഇപ്പോഴും ഉണ്ടല്ലോ. മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിൽ സ്ഥാനങ്ങളല്ലേ ഒഴിഞ്ഞുള്ളൂ. അതായത് പാർട്ടി സ്ഥാനങ്ങളല്ലേ, അത് മാനദണ്ഡമല്ലേ, ഞങ്ങളെല്ലാം കൂടെ തീരുമാനിച്ചതല്ലേ. പക്ഷെ നമ്മുടെ രാഷ്ട്രീയത്തിലുണ്ടല്ലോ. സാറേ, ഒരു കാര്യം, അതായത് ഈ BJP നേതാക്കൾ പറഞ്ഞിരിക്കുന്നത് സാറ് അസ്വസ്ഥനാണ്, അതൃപ്തനാണെന്നൊക്കെ പറഞ്ഞ് അവരിങ്ങനെ ഇന്നലെ ബിപിൻ സി റാവു പോയപ്പോൾ ഇങ്ങനെ ഒരു പ്രതികരണം BJP സംസ്ഥാന പ്രസിഡന്റ് ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. അപ്പം അങ്ങനെ എന്തെങ്കിലും അസ്വസ്ഥമായ എന്തെങ്കിലും സാറിന്റെ പേര് പറഞ്ഞാണ് അവർ പറഞ്ഞിരിക്കുന്നത്, ഈ കെ സുരേന്ദ്രൻ പറഞ്ഞിരിക്കുന്നത്. ഞാൻ സമാനം പറയണല്ലേ? അല്ല, ഇതിപ്പോ കെ സുരേന്ദ്രൻ എന്തെങ്കിലും പറഞ്ഞാൽ ഞാനാണോ സമാനം പറയണ്ടേ? അതെന്ത് പത്രധർമ്മോ? അതെനിക്ക് മനസ്സിലായില്ല. അത് ഞാനെന്താണ് സമാനം പറയുന്നത്? സാറിന്റെ പേര് പറഞ്ഞതുകൊണ്ട് എന്റെ പേര് ആരെല്ലാം ലോകത്ത് പറയുന്നുണ്ട്, പൊതുപ്രവർത്തകരല്ലേ. അതിനെല്ലാം സമാനം പറയുന്ന രീതി നമുക്കില്ലല്ലോ. ഞാൻ ഒന്നാമതേ ഇപ്പൊ അധികമൊന്നും പ്രതികരിക്കാതെ പോലുമില്ല. കെ സുരേന്ദ്രൻ പറഞ്ഞു. അത് അയാൾ പറഞ്ഞ ഞങ്ങൾ കേട്ടില്ലേ? ഞാൻ അസ്വസ്ഥനാണെന്നും അയാൾ പറഞ്ഞില്ല. അങ്ങനെ അയാൾ പറഞ്ഞില്ല. ഞാൻ അസ്വസ്ഥനാണെന്ന വാക്ക് അയാൾ പറഞ്ഞിട്ടില്ല. അത് ഭേദഗതി ചെയ്ത് പറയുക. അതിന് ഞാനെന്ത് വേണമെന്ന് നിങ്ങൾ അസംതൃപ്തരെ പോയി കാണുക. ഞാൻ നിങ്ങളുടെ ആലപ്പുഴയിലെ മാധ്യമപ്രവർത്തകരുടെ രീതിയോട് പൂർണ്ണമായി വിയോജിക്കുന്ന ആളാണ്. നിങ്ങൾക്ക് വസ്തുതകളൊന്നുമല്ല. എന്ത് കാര്യത്തിന്? നിങ്ങൾക്കൊരു വാർത്ത കൊടുക്കണം. CPM-നകത്ത് അസ്വസ്ഥതയാണ്. അയാൾ അങ്ങനെയൊന്നും പറഞ്ഞില്ല. അപ്പൊ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുക. അപ്പൊ ഇതിൽ ഒരു കാര്യം മനസ്സിലായല്ലോ, ഞാൻ വളരെ പ്രധാനപ്പെട്ട ഒരാളാണെന്ന് എതിരാളികൾ കരുതുന്നു. മനസ്സിലായോ? അതാ രാഷ്ട്രീയം. ഞാൻ പോകണേ, എല്ലാരും കൈവച്ചല്ലോ, ഇനി ആർക്കും പറയാനില്ലല്ലോ. ഒറ്റ ഇടിവെച്ചു. സാറിന്റെ അടുത്തല്ലേ നടന്നത്? തൊട്ടടുത്തല്ലേ?